സൗദി അറേബ്യയിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് ഒരാഴ്ചയ്ക്കുള്ളിൽ 14,000-ലധികം പ്രവാസികളെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തിയ ശക്തമായ പരിശോധനയിലാണ് 14,542 പേർ പിടിയിലായത്. ഇഖാമ ലംഘനം, അനധികൃത അതിർത്തി കടക്കൽ, തൊഴിൽ നിയമലംഘനം എന്നിവയ്ക്കാണ് പ്രധാനമായും നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിയമലംഘകർക്ക് അഭയമോ യാത്രാ സൗകര്യമോ നൽകി സഹായിക്കുന്നവർക്ക് 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തുമെന്ന് അധികൃതർ ശക്തമായ മുന്നറിയിപ്പ് നൽകി. പിടിയിലായവരിൽ ഭൂരിഭാഗം പേരെയും നയതന്ത്ര കാര്യാലയങ്ങൾ വഴി മാതൃരാജ്യങ്ങളിലേക്ക് നാടുകടത്താനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 911 ഉൾപ്പെടെയുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിവരമറിയിക്കാനും മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. യുഎഇയിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ മാറ്റങ്ങൾ നിലവിൽ വന്നതോടെ യാത്രക്കാർക്കായി എയർലൈനുകളും വ്യോമയാന അധികൃതരും പുതിയ യാത്രാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വിമാനത്താവളത്തിലേക്ക് തിരിക്കുന്നതിന് മുൻപായി അതത് എയർലൈനുകളുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയോ വിമാന സമയവും നിലവിലെ വിവരങ്ങളും കൃത്യമായി പരിശോധിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വിവിധ റൂട്ടുകളിലെ സർവീസ് പുനഃക്രമീകരണവും തിരക്കും കണക്കിലെടുത്താണ് ഈ സുപ്രധാന മുൻകരുതലുകൾ. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയ സാഹചര്യത്തിൽ യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിലെത്താൻ ശ്രദ്ധിക്കണം. ഓൺലൈൻ ചെക്ക് ഇൻ സൗകര്യങ്ങൾ മുൻകൂട്ടി പ്രയോജനപ്പെടുത്തുന്നതും വിമാന കമ്പനികൾ നൽകിയിട്ടുള്ള ഫോൺ നമ്പരും മറ്റ് വിവരങ്ങളും അപ്ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുന്നതും യാത്ര തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ സഹായിക്കും. യുഎഇയിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികൾ യാത്രയിലുടനീളം യഥാർത്ഥ എമിറേറ്റ്സ് ID കാർഡ് കൈവശം കരുതിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. വിവിധ വിമാനത്താവളങ്ങളിലെ ചെക്ക് ഇൻ കൗണ്ടറുകളിലും ഇമിഗ്രേഷൻ വിഭാഗങ്ങളിലും എമിറേറ്റ്സ് ID ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ട്രാവൽ രംഗത്തെ വിദഗ്ധർ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന രീതി നിർത്തിയതോടെ യുഎഇയിലെ പ്രധാന ഔദ്യോഗിക താമസ രേഖയായി എമിറേറ്റ്സ് ID മാറിയിട്ടുണ്ട്. ഡിജിറ്റൽ കോപ്പികൾ ലഭ്യമാണെങ്കിലും വിദേശ വിമാനത്താവളങ്ങളിൽ പരിശോധന വേഗത്തിലാക്കാനും അനാവശ്യ ബോർഡിംഗ് തടസ്സങ്ങൾ ഒഴിവാക്കാനും ഫിസിക്കൽ കാർഡ് കയ്യിൽ കരുതുന്നത് സഹായിക്കും. അതിനാൽ അവധിക്കാലം കഴിഞ്ഞ് മടങ്ങുന്ന പ്രവാസികൾ യാത്രയ്ക്ക് മുമ്പ് ID-യുടെ സാധുത ഉറപ്പുവരുത്താനും ഒറിജിനൽ കാർഡ് കരുതാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ്, എയർഫോഴ്സ്, പോലീസ് തുടങ്ങിയ സേവന വാഹനങ്ങൾക്ക് ഒട്ടും വൈകാതെ സുരക്ഷിതമായി വഴിമാറി നൽകണമെന്ന് അബുദാബി പോലീസ് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകി. ഇത്തരം വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്നത് ഗുരുതരമായ ഗതാഗത ലംഘനമാണ്. അടിയന്തര വാഹനങ്ങൾക്ക് വഴിമാറി കൊടുക്കാത്തവർക്ക് 3000 ദിർഹം പിഴ ചുമത്തും. ഇതിനു പുറമെ ഡ്രൈവിംഗ് ലൈസൻസിൽ 6 ബ്ലാക്ക് പോയിന്റുകൾ രേഖപ്പെടുത്തുകയും വാഹനം 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും ചെയ്യും. ജീവൻ രക്ഷാ ദൗത്യങ്ങളുമായി പോകുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ഓരോ ഡ്രൈവർമാരുടെയും നിയമപരവും സാമൂഹികവുമായ ഉത്തരവാദിത്തമാണ്. സൈറൺ കേൾക്കുമ്പോൾ പരിഭ്രാന്തരാകാതെ സുരക്ഷിതമായി വശങ്ങളിലേക്ക് വാഹനം ഒതുക്കി കൊടുക്കണം. എമർജൻസി ലൈറ്റുകൾ ദുരുപയോഗം ചെയ്യുന്നതും അടിയന്തര വാഹനങ്ങളെ പിന്തുടർന്ന് ഡ്രൈവ് ചെയ്യുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഫാൽക്കൺ ബ്രീഡേഴ്സ് ലേലത്തിൽ അപൂർവ ഇനം പരുന്ത് വിറ്റഴിഞ്ഞത് 13 ലക്ഷം സൗദി റിയാലിനാണ്. അതായത് ഏകദേശം 2.9 കോടി ഇന്ത്യൻ രൂപ. കനേഡിയൻ ഫാമിൽ നിന്നുള്ള സൂപ്പർ വൈറ്റ് ഗയർ ഇനത്തിൽപ്പെട്ട പരുന്തിൻ കുഞ്ഞാണ് ഈ വർഷത്തെ ലേലത്തിലെ ഏറ്റവും ഉയർന്ന തുക സ്വന്തമാക്കിയത്. റിയാദിന് വടക്കുള്ള മൽഹമിൽ സൗദി ഫാൽക്കൺ ക്ലബിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ ലേല ചരിത്രത്തിലെ 2ാമത്തെ ഉയർന്ന വിലയാണിത്. 2021 17.5 ലക്ഷം റിയാലിന് വിറ്റഴിഞ്ഞ വേട്ടപ്പരുന്തിനാണ് നിലവിലെ സർവകാല റെക്കോർഡ്. 2 ലക്ഷം റിയാലിൽ ആരംഭിച്ച കടുത്ത ലേലവിളിക്കൊടുവിലാണ് കാനഡയിലെ ജിം വിൽസൺ ഫാമിൽ നിന്നുള്ള ഈ പരുന്ത് വിറ്റത്. ലോകമെമ്പാടുമുള്ള പ്രമുഖ വളർത്തു കേന്ദ്രങ്ങളിൽ നിന്നുള്ള അപൂർവ പരുന്തുകളെ അണിനിരത്തി ഓഗസ്റ്റ് 25 വരെയാണ് അന്താരാഷ്ട്ര ലേലം തുടരുന്നത്. കുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന മാതാപിതാക്കൾക്ക് കടുത്ത മുന്നറിയിപ്പുമായി അബുദാബി സിവിൽ ഫാമിലി കോടതി. പരസ്പര സമ്മതമില്ലാതെ കുട്ടികളുടെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നത് തടയാനും നിലവിലുള്ളവ നീക്കം ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു. യുഎഇയിലെ വദീമ ബാലാവകാശ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് സുപ്രധാന ഉത്തരവ്. കുട്ടികളുടെ സ്വകാര്യതയ്ക്കും ക്ഷേമത്തിനുമാണ് മാതാപിതാക്കളുടെ തർക്കങ്ങളെക്കാൾ പ്രാധാന്യമെന്ന് കോടതി വ്യക്തമാക്കി. വാണിജ്യപരമായ ആവശ്യങ്ങൾക്കോ പ്രചാരണങ്ങൾക്കോ വേണ്ടി കുട്ടികളുടെ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. കോടതി ഉത്തരവ് ലംഘിച്ചാൽ തടവ് ശിക്ഷയോ കുട്ടികളുടെ സംയുക്ത സംരക്ഷണാവകാശം റദ്ദാക്കലോ നേരിടേണ്ടി വരും. വിവാഹമോചിതരായവർക്ക് മാത്രമല്ല യുഎഇയിലെ എല്ലാ രക്ഷിതാക്കൾക്കും ഈ നിയമം ബാധകമാണ്. കൂടാതെ സ്കൂളുകളോ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളോ കുട്ടികളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഇനി മുതൽ ഇരു രക്ഷിതാക്കളുടെയും രേഖാമൂലമുള്ള അനുമതി നിർബന്ധമാണ്. കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ മുൻനിർത്തി ഓൺലൈനിലുള്ള ഇത്തരം ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ നിയമവിദഗ്ധരും നിർദ്ദേശിക്കുന്നുണ്ട്.
ഈ ഓണക്കാലത്ത് ആകാശയാത്രയിലും പരമ്പരാഗത രീതിയിൽ ഓണസദ്യ രുചിക്കാം. കേരളത്തിനും ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിലുള്ള സർവീസ് നടത്തുന്ന അന്താരാഷ്ട്ര വിമാനങ്ങളിൽ യാത്രക്കാർക്കായി പ്രത്യേക ഓണസദ്യ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഓഗസ്റ്റ് 15 മുതൽ 31 വരെയുള്ള യാത്രകളിൽ വിമാനം പുറപ്പെടുന്നതിന് 18 മണിക്കൂർ മുൻപ് വരെ 500 രൂപ നിരക്കിൽ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലൂടെയോ സദ്യ മുൻകൂട്ടി ഓർഡർ ചെയ്യാം. മട്ടയരി, അവിയൽ, സാമ്പാർ, പാലടപ്രഥമൻ അടക്കമുള്ള വിഭവങ്ങൾ കസവ് കരയുടെ ഡിസൈനിലുള്ള പ്രത്യേക പാക്കറ്റുകളിൽ വാഴയിലോടൊപ്പം നൽകുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ നിന്നായി എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്ന പ്രതിമാസ സർവീസുകളിൽ 70% ഗൾഫ് മേഖലയിലേക്കായിരിക്കുന്നതിനാൽ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഈ ആകാശ സദ്യ വിരുന്ന് നൊസ്റ്റാൾജിക് അനുഭവമായി മാറും. സൗദി അറേബ്യയിലെ ജിസാൻ മേഖലയിൽ നിലനിന്നിരുന്ന അപകട ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് പ്രഖ്യാപിച്ചു. കനത്ത മഴയെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും തുടർന്ന് നാഷണൽ എയർലി വാർണിംഗ് പ്ലാറ്റ്ഫോം വഴി നൽകിയിരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പിൻവലിച്ചെങ്കിലും പൊതുജനങ്ങൾ കരുതൽ തുടരണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. വെള്ളക്കെട്ടുകളിലും അപകട സാധ്യതയുള്ള താഴ്വരകളിലും ജനങ്ങൾ തടിച്ചുകൂടുന്നതും ചിത്രങ്ങളും വീഡിയോകളും പകർത്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. വാഹനമോടിക്കുമ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചാൽ പാലങ്ങൾക്കും ഉയർന്ന കെട്ടിടങ്ങൾക്കും അകലെയായി സുരക്ഷിതമായ സ്ഥലത്ത് വാഹനം നിർത്തിയിടണം. വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിക്കാതെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ മാത്രം പിന്തുടരാനും അടിയന്തര ഘട്ടങ്ങളിൽ 998 എന്ന നമ്പറിൽ സിവിൽ ഡിഫൻസുമായി ബന്ധപ്പെടാനും അധികൃതർ ഓർമ്മിപ്പിച്ചു. UAE ഡ്രൈവർമാർക്ക് തങ്ങളുടെ ട്രാഫിക് റെക്കോർഡ് മെച്ചപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയവും ഫെഡറൽ ട്രാഫിക് കൗൺസിലും ചേർന്ന് മികച്ചൊരു അവസരം നൽകുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ഓഗസ്റ്റ് 31 സംഘടിപ്പിക്കുന്ന ഡേ വിത്തൌട്ട് ആക്സിഡൻറ്റ്സ് അഥവാ അപകടരഹിത ദിന പ്രചാരണത്തിലൂടെ ഡ്രൈവിംഗ് ലൈസൻസിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ വരെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഓഗസ്റ്റ് 17 മുതൽ ഇതിനായി ഡ്രൈവർമാർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് സുരക്ഷിത ഡ്രൈവിംഗ് പ്രതിജ്ഞയെടുക്കാം. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, സുരക്ഷിതമായ അകലം പാലിക്കുക, വേഗത പരിധി ലംഘിക്കാതിരിക്കുക തുടങ്ങിയ അടിസ്ഥാന ഗതാഗത നിയമങ്ങൾ ആ ദിവസം പൂർണ്ണമായും പാലിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. പെട്ടെന്നുള്ള ലൈൻ മാറ്റം, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, ഫോൺ ഉപയോഗം തുടങ്ങിയ ലംഘനങ്ങൾക്കാണ് സാധാരണയായി 4 ബ്ലാക്ക് പോയിന്റുകൾ ഈടാക്കാറുള്ളത്. തുടർച്ചയായ നിയമലംഘനങ്ങളിലൂടെ ഒരു ഡ്രൈവർക്ക് പരമാവധി ലഭിക്കാവുന്ന 24 ബ്ലാക്ക് പോയിന്റുകൾ തികഞ്ഞാൽ ലൈസൻസ് റദ്ദാക്കുകയോ കണ്ടുകെട്ടുകയോ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തും. അതിനാൽ ഇത്തരത്തിലുള്ള സുരക്ഷിതത്വ ഡ്രൈവിംഗ് പങ്കാളിത്തത്തിലൂടെ ലൈസൻസിലെ ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കുന്നത് ഡ്രൈവർമാർക്ക് വലിയ ആശ്വാസമാകും. ദുബായ് അൽസീഫിലെ ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മ്യൂസിയം ഓഫ് ഇല്യൂഷൻസ് 8 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം പൂട്ടി. 2018 സെപ്റ്റംബറിലാണ് ദുബായ് ക്രീക്കിന് സമീപമുള്ള സൗക്ക് അൽസീഫിൽ ഈ മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന 80ലധികം ഒപ്റ്റിക്കൽ ഇല്യൂഷനുകളും ഇന്ററാക്റ്റീവ് പ്രദർശനങ്ങളും അടങ്ങിയ ഇവിടെ സ്വദേശികളും വിദേശികളുമായ നിരവധി ആളുകളാണ് ദിനവും സന്ദർശകരായി എത്തിയിരുന്നത്. അൽസീഫിലെ അധ്യായം അവസാനിപ്പിച്ചതായി ഇൻസ്റ്റാഗ്രാമിലൂടെ വ്യക്തമാക്കിയ മ്യൂസിയം അധികൃതർ ഉടൻ തന്നെ വീണ്ടും കാണാം എന്ന സന്ദേശവും പങ്കുവച്ചു. ദുബായിലെ മറ്റൊരു പ്രമുഖ കേന്ദ്രത്തിലേക്ക് മ്യൂസിയം മാറ്റി സ്ഥാപിക്കാനാണ് സാധ്യതയെന്നാണ് ഇത് നൽകുന്ന സൂചന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.